നമസ്കാരം. ഐസ്ക്രീം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ വിപ്പിംഗ് ക്രീം അഥവാ ഹെവി ക്രീം 2 കപ്പ് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം സാധാരണ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് കുറഞ്ഞത് 12 മണിക്കൂർ മുമ്പെങ്കിലും അത് ഫ്രീസറിൽ നിന്നും റെഫ്രിജറേറ്ററിലേക്ക് മാറ്റുക. അങ്ങനെ 12 മണിക്കൂർ നേരം റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിയുമ്പോൾ കട്ടയായിട്ടിരിക്കുന്നത് ഉരുകി കിട്ടും. റൂം ടെമ്പറേച്ചറിൽ വെച്ച് വിപ്പിംഗ് ക്രീം മെൽറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ തണുപ്പ് കുറഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്ന ഈ ബൗളും അരമണിക്കൂർ നേരമെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതായിരിക്കണം. ബൗളിൽ വെള്ളമുണ്ടാവാൻ പാടില്ല, നന്നായിട്ട് തുടച്ചെടുത്തതായിരിക്കണം. ഇനി ഒരു ബീറ്ററോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ 1 മിനിറ്റ് നേരം ബീറ്ററിന്റെ ഏറ്റവും ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം മീഡിയം സ്പീഡിലും ബീറ്റ് ചെയ്യാവുന്നതാണ്. വിസ്ക് ഉപയോഗിച്ച് കൈകൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചോ ചെയ്യുന്നതായിരിക്കും നല്ലത്. മിക്സി ഉപയോഗിച്ചും ചെയ്യാറുണ്ട്, പക്ഷെ ചിലപ്പോൾ ശരിയാവില്ല. ഇനി മിക്സി ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മിക്സിയുടെ ജാറ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വിപ്പിംഗ് ക്രീമിന്റെ ഈ കൺസിസ്റ്റൻസി മാറി തിക്കായിട്ട് പൊങ്ങി വരുന്നത് വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇത് പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ വലിയ ബൗൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പരുവത്തിന് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് കോരി തലതിരിച്ചു പിടിച്ചാലും അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കണം. ഈ പരുവത്തിന് എപ്പോൾ കിട്ടുമോ അതിനുശേഷം ബീറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കേടിലായി പോവും, പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഇത് പ്രധാനമായിട്ടും ചേർക്കുന്നത് മധുരത്തിനാണ്. കണ്ടൻസ്ഡ് മിൽക്കിന്റെ അളവ് വിപ്പിംഗ് ക്രീമിന്റെ മധുരത്തെ അനുസരിച്ചിരിക്കും. മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മതിയാകും. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എത്രത്തോളം മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നതിനനുസരിച്ചിട്ട് ചേർക്കുക. ഒരു ബേസ് ഐസ്ക്രീമിന് ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. ഇത് രണ്ടും കൂടാതെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വനില ഐസ്ക്രീം ആണ് വേണ്ടതെങ്കിൽ 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുക. ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് വേണ്ടതെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറോ ചോക്ലേറ്റ് സിറപ്പോ ചോക്ലേറ്റ് പൗഡറോ ചേർക്കാവുന്നതാണ്. ഇതുകൂടാതെ മാംഗോ പോലുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് മിക്സിയിലടിച്ച് പൾപ്പാക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് ചോപ്പ് ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. 6-7 ബിസ്ക്കറ്റ് ചോപ്പ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഒരു സ്പൂണോ സ്പാച്ചുലോ ഉപയോഗിച്ച് ഇത് ഇളക്കി മിക്സ് ചെയ്യുക. ഇതുപോലെ പതിയെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബീറ്ററോ വിസ്കോ ഉപയോഗിച്ച് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഫ്ലേവേഴ്സ് കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഐസ്ക്രീമിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോഫി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അല്പം ഇൻസ്റ്റന്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ പാലിൽ ലയിപ്പിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായി ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് സീല് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടയ്ക്കുകയോ ചെയ്യുക. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ നേരമെങ്കിലും ഫ്രീസ് ചെയ്യുക. ഐസ്ക്രീം നല്ലതുപോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യാനുസരണം സ്കൂപ്പ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞത് 6 മണിക്കൂർ നേരമെങ്കിലും ഫ്രീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 12 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്താൽ അത്രയും നല്ലത്. ഐസ്ക്രീം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീമിന്റെ ഫ്ലേവേഴ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓരോന്നായി പരീക്ഷിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ദയവായി താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.